ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അളിയൻസ് ആൻഡ് നാത്തോൺസ്. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു വാക്സിനേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് തുമ്പിക്കുട്ടിയുടെ വാക്സിനേഷൻ ഡേ ആണ്. വാക്സിനേഷൻ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾക്ക് ഒരു എക്സ്ട്രാ വാക്സിൻ പ്രൈവറ്റിൽ നിന്ന് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു വയസ്സിൻ്റെ 2 വയസ്സിൻ്റെ ഇടയിൽ എടുക്കാനുള്ള ഒരു വാക്സിനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുക കേട്ടോ. തുമ്പിക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. തുമ്പിക്കുട്ടിക്ക് അറിയില്ലല്ലോ ഒന്ന് കരഞ്ഞിട്ട് വരാനുള്ളതാണെന്ന്. അപ്പോൾ നമുക്കതൊരു സങ്കടമുള്ള ഒരു കാര്യമാണെങ്കിലും അവരുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് നമുക്കത് ഇതാക്കിയേ പറ്റൂ. അപ്പോൾ നമ്മൾ കഴക്കൂട്ടത്ത് തന്നെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാട്ടോ പോയത്. AJ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ നമ്മൾ ചെന്ന് തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പ്രത്യേകിച്ച് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ ചെന്നു, ടിക്കറ്റ് എടുത്തു, അങ്ങനെ നമ്മളെ കടത്തി വിട്ടു കേട്ടോ. അപ്പോൾ തുമ്പിക്കുട്ടിക്ക് എന്താ കാര്യം എന്നൊന്നും മനസ്സിലായിട്ടില്ല. എല്ലാവരും കൂടി വന്ന് തുമ്പിക്കുട്ടി കളിപ്പിക്കുന്നൊക്കെ കാണുമ്പോൾ അന്തം വിട്ടിരിക്കുകയാണ്. പിന്നെ പെട്ടെന്നായിരുന്നു അപ്രതീക്ഷിതമായി പിന്നൊന്നൊരു കുത്ത് എന്ന് പറയില്ലേ, അതുപോലെ അപ്രതീക്ഷിതമായി ഒരു കുത്ത് കിട്ടിയപ്പോൾ തുമ്പിക്കുട്ടി നന്നായിട്ട് കരഞ്ഞു. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല അവൾ ഇത്രയ്ക്ക് കരയുന്നത്. കാരണം അവൾ വാക്സിൻ അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അതിന് മാത്രം തരാൻ അങ്ങനെ കരഞ്ഞിട്ടില്ല. കുത്തുമ്പോൾ ഒന്ന് കരഞ്ഞാലും പിന്നെ പെട്ടെന്ന് അവൾ ഓക്കെ ആവുമായിരുന്നു. പക്ഷെ ഇതവൾ ഇപ്പോൾ കുറച്ചൊക്കെ ബുദ്ധി വെച്ച് തുടങ്ങിയല്ലോ. അവൾ ആലോചിച്ച് കരയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവർ നന്നായിട്ട് അവളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ പേടിച്ചു പോയി. ആകെപ്പാടെ പെട്ടെന്ന് ഉള്ളൊരു കുത്തായതുകൊണ്ട് അവൾ ആകെപ്പാടെ പേടിച്ചു പോയി. അപ്പോൾ അവർ ചോദിക്കായിരുന്നു എത്രയായി, എങ്ങനെയാണ്, നടക്കാനൊക്കെ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പിന്നെ തുമ്പിക്കുട്ടി ഒന്നും കൊണ്ടും അഡ്ജസ്റ്റ് ആയില്ല. പിന്നെ കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടോ അവളെ ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അവർ നഴ്സുമാരായാലും എല്ലാവരും അവളെ ഓക്കെ ആക്കാൻ വേണ്ടി കുറേ പരിശ്രമിച്ചു. അങ്ങനെ കുറേ സമയത്തിന് ശേഷം അവളെ കരച്ചിലൊക്കെ നിർത്തി. അപ്പോൾ ഏട്ടൻ വീഡിയോ എടുക്കണ കാണുമ്പോൾ അവർ പറയാം, ഇതാ അച്ഛൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കി. പിന്നെ അവളെ ഓക്കെ ആക്കി നമ്മൾ പോന്നു കേട്ടോ, റിട്ടേൺ പോന്നു. അവളിങ്ങനെ നോക്കുന്നുണ്ട്, ഈശ്വര ഇനി എന്നെ കുത്താൻ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വാക്സിനേഷൻ വിശേഷങ്ങൾ. ഈ വാക്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതായത് MMR എന്നാണ് കേട്ടോ ഈ വാക്സിൻ്റെ പേര്. അതായത് നമ്മൾ ഈ 5-ാം പനി, അതുപോലെ മംസ്, മുണ്ടിനീര്, പിന്നെ റുബല്ല, അങ്ങനത്തെ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വാക്സിൻ പ്രധാനമായിട്ടും എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഒരു 10 വർഷമായിട്ട് ഡോക്ടർ അങ്ങോട്ട് പറയുകയുണ്ടായത്, ഒരു 10 വർഷമായിട്ട് ഇപ്പോൾ ഇത് നമ്മുടെ ഗവൺമെൻറ്റിൽ കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിൻ്റെ എല്ലാ വാക്സിൻ്റെയും കൂടി ചിലവ് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഗവൺമെൻറ്റിന് ഇപ്പോൾ ഇത് നമുക്ക് നൽകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇത് പ്രൈവറ്റിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് എടുക്കാത്തത് കൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഈ അസുഖം കൂടുതലായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. ഈ മുണ്ടിനീര്, അതായത് മംസ്, പിന്നെ അതുപോലെ 5-ാം പനി, പിന്നെ റുബല്ല, ഈ അസുഖങ്ങളൊക്കെ കുട്ടികളിൽ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിനുള്ള കാരണം നമ്മളിപ്പോൾ വാക്സിൻ പൊതുവെ അത്ര പ്രാബല്യത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പരമാവധി കഴിയുന്നവരെല്ലാവരും ഈ ഒരു വാക്സിൻ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. 1 വയസ്സിൻ്റെയും 2 വയസ്സിൻ്റെയും ഇടയിലാണ് പ്രധാനമായിട്ടും ഇത് എടുക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് 12 to 15 മാസത്തിനുള്ളിലാണ്. ഇപ്പോൾ തുമ്പിക്കുട്ടിക്ക് 18 മാസമായി, നമ്മൾ 18-ാം മാസത്തിലാണ്. കാരണം ഇതിനെപ്പറ്റി എനിക്ക് അത്ര വലിയ അറിവില്ലായിരുന്നു. അപ്പോൾ നമുക്ക് 9-ാം മാസത്തിലെ ഒരു കുത്തിവയ്പ്പ് കഴിഞ്ഞിട്ട് അത് MR വാക്സിൻ ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 1.5 വയസ്സിൽ അതിൻ്റെ ബൂസ്റ്റർ ഡോസാണ് ഉള്ളത്. അപ്പോൾ അതേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. നാട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ എല്ലാ വാക്സിൻസും കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ആശാ വർക്കർ തന്നെയാണ് വിളിച്ച് ഇൻഫോം ചെയ്തത്, ഇങ്ങനെ ഒരു വാക്സിനും കൂടി ഉണ്ട്, അതും കൂടി എടുത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്തത്. അപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു MMR എന്ന് പറഞ്ഞൊരു വാക്സിൻ ഉണ്ട്. ഇത് ആദ്യം ഗവൺമെൻറ്റിൽ എടുത്തിരുന്ന ഒരു വാക്സിൻ ആണെന്നാണ് എൻ്റെ അറിവ്. ശരിയാണെന്ന് തോന്നുന്നു. ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോഴും അങ്ങനെയാണ് പറഞ്ഞത്. അത് ആദ്യം ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ഇപ്പം നിർത്തലാക്കിയതാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്സിനാണ്. അതുകൊണ്ട് കഴിയുന്നവരെല്ലാവരും ഒന്ന് എടുക്കാൻ ശ്രമിക്കുക. പ്രൈവറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. എല്ലാം കൂടി ഒരു 750 രൂപയുടെ ഉള്ളിലേറ്റാണ് തോന്നുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഭാവിയിൽ ഇത്രയും വലിയ ഓരോരോ അസുഖങ്ങൾ വന്ന് അപ്പം ചികിത്സിക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും ചെറിയൊരു എമൗണ്ട് കൊടുത്ത്. ഇപ്പം ചെറിയൊരു എമൗണ്ട് ആണെന്നല്ല പറയണേ, അപ്പോൾ ചിലവാക്കുന്ന വലിയൊരു എമൗണ്ടിനേക്കാളും ഈ ഒരു ചെറിയ എമൗണ്ട് കൊടുത്ത് ഇപ്പോൾ ഈ ഒരു വാക്സിൻ എടുക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു ഏജിൻ്റെ ഉള്ളിലുള്ളവർ, അതായത് 1 വയസ്സിൻ്റെയും 2 വയസ്സിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പിലുള്ള കുട്ടികളൊക്കെ ഉള്ള അമ്മമാർ ശ്രദ്ധിക്കുക. പരമാവധി ഈ വാക്സിൻ ഒന്ന് എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്